അല്ല ഇതിപ്പോ കുറെ ആയല്ലോ നമ്മൾ ഇറങ്ങിയിട്ട്. എങ്ങോട്ടാ? വഴി തെറ്റുമ്പോ ഞാൻ പറയാം. ഓ, ആരും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ആ കള്ള് ഷാപ്പിൽ കണ്ട ആളാണത്. ആ, അയാളെന്തിനാ നമ്മളെ ഫോളോ ചെയ്യുന്നത്? നീ വേഗം വണ്ടി വിട്, അല്ലെങ്കിൽ അയാൾ കയറിപ്പോവും. അയാൾ കയറിപ്പോട്ടെ, അതിനിപ്പോ എന്താ? നീ അയാളൊന്ന് സൂക്ഷിച്ചു നോക്ക്. അതാണ് മരണം. വണ്ടി ഇവിടെ സൈഡാക്ക്. ദേ, അവനാണ് ആള്. അവനാണ് ആളെന്ന് പറഞ്ഞ? ഇനി 3 മിനിറ്റ് സമയമുള്ളൂ. നീ വേഗം ചെന്ന് അവനെ രക്ഷിക്കണം. രക്ഷിക്കാനോ? ഞാനോ? ജിജോ, ഇതാണ് നീ എനിക്ക് ചെയ്തു തരേണ്ട കാര്യം. അതിപ്പോ അല്ല, അവനെന്തിനാ? തനിക്കെന്തോ വേണ്ടേ? അതൊക്കെ പിന്നെ പറയാം. നിനക്ക് ചത്തിട്ടെന്താ ഇത്ര അത്യാവശ്യം? അതൊക്കെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. ഉണ്ട്.
അതിന് താനാരാ? അത് നിന്നെ രക്ഷിക്കാനായിട്ട് ദൈവം എന്നെ കൊണ്ടുവന്ന. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുറെ വെള്ളം കുടിച്ചാലേ കുറച്ച് കഴിയുമ്പോൾ നേരായിക്കോളും. നിന്നെ എന്തായാലും ഞാൻ ചാവാൻ സമ്മതിക്കില്ല. മനസമാനായിട്ടൊന്ന് ചാവാനും സമ്മതിക്കൂല. ഒന്ന് പോടോ. താ ഒരു ഡയറക്ടറല്ലേ? മനസ്സിലായല്ലേ? എന്തോ ഉളപ്പടങ്ങളോടോ താഴ്ത്തി വെച്ചേക്കുന്നേ. മനുഷ്യന്മാർക്ക് മനസ്സിലാവണ വല്ല പടവും താഴ്ത്തിട്ടുണ്ടോ? എന്റെ പടം മനസ്സിലാവണമെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും വേണം. ആ, തലക്കകത്ത് വല്ല ഉള്ളതുകൊണ്ടാണല്ലോ പടം പൊട്ടണേ അല്ലേ? നീ അത് വിട്. ഇപ്പൊ അതല്ലല്ലോ പ്രശ്നം, നീയല്ലേ പ്രശ്നം. നീ ആണെങ്കിൽ നിന്റെ വീട്ടുകാരെ പോയി ഒന്ന് കാണണം. എന്തിന്? അവരും അറിയട്ടെ അവരുടെ മകന്റെ വീരസാഹസത്തെ പറ്റി. അവർക്ക് അഭിമാനമാവും. അഭിമാനം? ഞാനിപ്പോ അവർക്കൊരു അപമാനം മാത്രമാണ്. ചിലപ്പോ എൻ്റെ മരണമായിരിക്കും അവർക്കൊരു ആശ്വാസം. എടാ നീ എന്ത് തേങ്ങയായി പറയണത്? ഈ സിനിമാക്കാരെ പറയുന്ന പോലെ അവിടെ ഇവിടെ തൊടാണ്ട് നീ കാര്യം പറ. ഈ ദൈവം എന്നൊക്കെ പറയുന്നത് വെറും കൽരൂപം മാത്രമാണ്. നീ വേണ്ടതൊന്നും പറയണ്ട. നീ വിചാരിക്കുന്ന പോലെ അല്ല. ആൾ ഇവിടെ തന്നെ കാണും. കോപ്പാണ്. അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ പോലെ ഒരു മകൻ ജനിക്കില്ലായിരുന്നു. എടാ ഇവിടെ ആരും അങ്ങനെ വെറുതെ ജനിക്കില്ല. ഇവിടെ ജനിച്ചിട്ടുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. ഓ, നല്ല ഉപദേശം. താനാരാ? ദൈവത്തിൻ്റെ ദൂതനാ? നീ തൽക്കാലം അങ്ങനെ വിചാരിച്ചോ? നിന്റെ പ്രശ്നം പറ, ഞാൻ പരിഹരിച്ചു തരാം. എന്നെയാണ് എനിക്കൊരു 10 ലക്ഷം രൂപ. ഓ, പൈസയാണ് പ്രശ്നം. എടാ പൈസയ്ക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഞാനൊക്കെ ഒരു 10 വട്ടം ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ചേട്ടൻ്റെ അത്ര തൊലിക്കെട്ടിയൊന്നും എനിക്കില്ല. പിന്നെ ഇത് ചേട്ടൻ വിചാരിക്കണ പോലെ അല്ല. എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു. ഓഹോ, ഏഞ്ചല്. അപ്പൊ അതാണ് പ്രശ്നം. പ്രണയം വീട്ടിലറിഞ്ഞു. ഒളിച്ചോടാൻ വേണ്ടി കാശില്ല. കാശില്ലാത്തതുകൊണ്ട് രണ്ടുപേരും കൂടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ അവളെയും പോയി രക്ഷിക്കണം. അവളെ ഇത് പോലത്തില്. എൻ്റെ കഥയല്ലേ, ഞാൻ പറഞ്ഞോളാം. ശരി, നീ പറ. എനിക്ക് അവളെയും അവൾക്ക് എന്നെയും ഭയങ്കര ഇഷ്ടമായിരുന്നു.